അവള് ചെയ്തത് അവളുടെ കർത്തവ്യ. അവൾ എനിക്ക് കൃത്രിമ ശ്വാസം നൽകിയതിൽ എന്താണ് കുഴപ്പമെന്ന് ആ സമയത്ത് അങ്ങനെ തരാതിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോട് ഉണ്ടാവുമായിരുന്നോ? അല്ല, അങ്ങനെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ പെങ്ങന്മാരുടെ ഗതി എന്താവുമായിരുന്നു? മോളെ വളർത്തി വെച്ചിരിക്കുന്നത് ഒരു അഴിഞ്ഞാട്ടക്കാരിയായിട്ടല്ലേ? എന്തായാലും അവളുടെ സ്വഭാവം നേരിട്ട് കണ്ടത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്തായാലും അവളെ അവനെ ഞാൻ വെറുതെ വിടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതാ നല്ലത്. ഞാനൊരു തീരുമാനം പറയാം. നമുക്ക് ഈ ബന്ധം വേണ്ട. എല്ലാരെയും വിളിച്ചു വരുത്തി നാണം കെടുത്തിയ പത്മനാഭന് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചേ, ഞാൻ പറിച്ചെടുത്ത പൂക്കല. അവന്റെ ഒരു പൂക്കള്. നീ എന്നെ പൂക്കള് വന്നിട്ട് നീ എന്നെ കളിയാക്കുമായിരുന്നല്ല. നിന്റെ പൂക്കള് പറിക്കില്ല, വേണ്ട, പൂക്കള് പറിക്കില്ല. ചെയ്യണ്ട, വേണ്ട, വേദനിക്ക. എടാ വിശ്വ, ഇద్దരെ പിടിച്ച് മാറ്റ, അല്ലെങ്കിൽ ആ ചെറുക്കനെ തല്ലിക്കൊല്ലും. അവൻ ചത്തതിന്റെ ദോഷം നിങ്ങൾക്കും കൂടെയാ. നീ അവനെ കൊല്ലാതങ്ങ് വിട്ടേക്ക്. അവൻ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നാലും കേട്ടോ എനിക്ക് എന്റെ മോനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിന്റെ മോനെ ഞങ്ങൾ കൊന്നു തിന്നാൻ പോവുക. എടുത്തോട്ട് പൊക്കാവനെ നോക്കുന്നതാണ്. ആ പൊട്ടന്റെ ബുദ്ധി വികസിച്ച് വരുന്നോന്നൊരു തോന്നൽ. മരുന്ന് കൊടുത്തില്ലേ? കൊടുക്കാം. കുറച്ച് ഡോസ് കൂട്ടിക്കോ. എടാ, ആ ഗിരിക്കും അവൾക്ക് നമുക്ക് കൊടുക്കാടാ. 8ന്റെ പണി. ശരിയാക്കി തരാം ഞാൻ. എല്ലാം നശിച്ചു, എല്ലാം പോയി. ഗിരിയേട്ടൻ എടുത്തി എന്തു പറ്റി? എന്താ എന്താ ചേച്ചി, എന്താ പറ്റിയേ? എന്റെ ഗിരിയേട്ടൻ എന്റെ കൈവിട്ടു പോയി. എത്ര മാന്യനായിരുന്നു എന്റെ ഗിരിയേട്ടൻ. ആ ഗിരിയേട്ടൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്റെ കരിനീലി കവലമ്മേ. എന്താ ഏട്ടത്തി, കാര്യം പറ. ഏട്ടത്തി എന്തിനാ കരയുന്നേ? പോയില്ലേ, ഈ തറവാടിന്റെ മാനം പോയില്ലേ, നാണക്കേടായില്ലേ, നാട് മുഴുവൻ പാട്ടായില്ലേ. നിങ്ങളുടെ ചേട്ടൻ പിഴച്ചുപോയി. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? രക്തദാന ക്യാമ്പിൽ വെച്ച് ഗിരിയേട്ടനും പാറു എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഓ, അതിനാണോ ദിസ് ടൈപ്പ് ഓഫ് പുലമ്പൽ? അത് പാറു ചേച്ചി ഗിരിയേട്ടന് കൃത്രിമ ശ്വാസം കൊടുത്തതല്ലേ? ഷോക്ക് അടിച്ച് വീണവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ്. അതവളെ എങ്ങനെയാ കൊടുത്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. വഷള്. അങ്ങനെയാണോ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്? അങ്ങനെ കൃത്രിമ ശ്വാസം കൊടുക്കുന്നേ. അല്ലാതെ കുഴലിലിട്ട് കൊടുക്കാൻ പറ്റില്ലേ? ആശുപത്രിയിലൊക്കെ കുഴലിലാ ശ്വാസം കൊടുക്കുന്നത്. അതിനുള്ള സൗകര്യമൊന്നും അപ്പൊ അവിടെ ഇല്ലായിരുന്നു ഏട്ടത്തി. വേണ്ട, ആരും എന്നോട് ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാരും കൂടി ആ പാറുവിന് ഒത്താശ ചെയ്ത് കൊടുക്കുക. എന്താ നീ എന്തിനാ കരയുന്നത്? കിരീട്ടൻ എന്നോട് ഒന്നും മിണ്ടണ്ട.
എന്താ കാര്യം പറ. എന്നോടിത് വേണ്ടായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? അല്ല എന്താ പ്രശ്നം? ഇവളെന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് ഏട്ടന് ഷോക്കേറ്റപ്പോ പാർച്ചേച്ചി കൃത്രിമശ്വാസം തന്നില്ലേ, ആ. അത് ഏട്ടത്തിക്ക് ഇഷ്ടായില്ല. അതിന്റെ പിണക്കമായി കാണുന്നു. ഓഹോ അതാണോ കാര്യം? അതെന്താ അത്ര നിസ്സാര കാര്യ? അതും എല്ലാരും കാണുക. ഉം. കേട്ടപ്പോ എന്റെ തൊലി ഒരിഞ്ഞു പോയി. ആ നേരത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിട്ട് ഞാനൊന്ന് കൊടുത്തേനെ. എന്റെ ഗിരിയേട്ടന് വേറൊരു പെണ്ണും തൊടാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങളോ? നിങ്ങക്ക് തൊടാം. ഞാൻ നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞത്, അന്യ പെണ്ണുങ്ങളുടെ കാര്യം. ആ പാറു എന്തിനാ ഗിരിയേട്ടന് കൃത്രിമ ശ്വാസം തന്നത്? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എടി അവള് വെറും പെണ്ണല്ല, ഡോക്ടറാണ്, ഡോക്ടർ. അവള് ചെയ്തത് അവളുടെ കർത്തവ്യ. അവൾ എനിക്ക് കൃത്രിമ ശ്വാസം നൽകിയതിൽ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പമെന്ന്? ആ സമയത്ത് അങ്ങനെ തരാതിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? അല്ല, അങ്ങനെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ പെങ്ങന്മാരുടെ ഗതി എന്താവുമായിരുന്നു? അപ്പൊ പാറു രക്ഷിച്ചതേ ഒരു ജീവൻ മാത്രമല്ല, ഞങ്ങൾ 5 പേരുടെയും കൂടി ജീവനാ. അത് നീ മനസ്സിലാക്കണം. മോനെ ഗിരിയേ, ആ ആ ചേട്ടത്തി കൊച്ചിന്റെ ചേട്ടത്തിയാ? കേറി വാ മോളെ. ഓ. ചേട്ടത്തിക്ക് ഒരു ചായ. യോ ഒന്നും വേണ്ട മോനെ. ഞാനിപ്പോ വന്നതേ നാളത്തെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാ. അത് ഓർമ്മയുണ്ട് ചേട്ടത്തി. നാളെ കൃത്യം 10 മണിക്ക് തന്നെ ചെക്കനും കൂട്ടനും രത്നയെ പെണ്ണ് കാണാൻ ഇങ്ങെത്തും. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ സമയത്ത് തന്നെ ഇവിടെ റെഡിയായിരിക്കണം. വൈകിപ്പിക്കരുത്. ആ എല്ലാം കൃത്യമായിരിക്കും. ഞാൻ ഇറങ്ങുക. ഉം. ഇതുവഴി പോയപ്പോ ഇക്കാര്യം നേരിട്ടൊന്ന് പറയാമെന്ന് കരുതി കേറിയതാ. മോളെ ഇങ്ങ വന്നേ. ഉം. നാളെ എല്ലാം ഭംഗിയായി നടക്കും കേട്ടോ. മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പോട്ടെ. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഏട്ടത്തി അതങ്ങ് വിട്ടെ. നീ എന്തോന്ന് പോക്കായി പോയത്?